നമുക്ക് മനസ്സിലാകുന്ന കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒരു രീതി അല്ല ഈ സംസ്ഥാനത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ ആയി വന്നത്. തൃശ്ശൂരിൽ സംഭവിച്ചത് അത്ഭുതമാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു പക്ഷേ അത്യത്ഭുതം സംഭവിച്ചേക്കാം. അത്തരത്തിലാണ് തീരദേശ മേഖലകൾ പോലും മാറി ചിന്തിച്ചേക്കാം. അത്തരത്തിലുള്ള ഇപ്പോൾ ഏറ്റവും അവസാനം വേണ്ടുന്ന പാറശാലയിലും നെയ്യാറ്റിൻകരയിലും കോവളത്തും ഒക്കെ വോട്ട് കൂടുന്നുണ്ട് ബിജെപിക്ക്. അത് സ്വാഭാവികമായ പരിണാമമാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും റൗണ്ടിൽ വോട്ടുകൾ കുറയേണ്ട ഒരു സമയമായി, ലീഡ് നില കുറയേണ്ട സമയമായി. അതുണ്ടായിട്ടില്ല. അപ്പോൾ അവസാനം തീരദേശ മേഖലയിലെ മറ്റു ബൂത്തുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരന് ലീഡ് നില ഉയർത്തുകയോ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം മാത്രം ഉണ്ടാവുകയോ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മുന്നിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബുദ്ധിമുട്ടാണ്. തരൂർ ഇൻ ബാക്ക് ഫുട്ട് ഇല്ലേ? അതെ, തരൂർ തീർച്ചയായിട്ടും ഇപ്പോൾ പുറകോട്ടാണ്. തരൂർ പുറകോട്ടാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. രാജീവ് ചന്ദ്രശേഖർ ഓരോ റൗണ്ടിലും മുന്നേറുന്ന പശ്ചാത്തലമുണ്ട്. പുതിയ ലീഡ് നില കിട്ടിയാൽ ദയവായി 250 വോട്ടുകൾ 250 വോട്ടുകൾക്ക് ബി ജോയ് മുന്നിൽ. വെറും 250. സമീപകാല ചരിത്രത്തിൽ, തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേരളത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒന്ന്. പാലക്കാട് 2009 സംഭവിച്ചിരുന്നു അല്ലേ? എം പി രാജേഷും സതീശൻ പാച്ചേനിയും തമ്മിൽ മത്സരിച്ച സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ അത്തരത്തിലൊരു സംഭവമാണ്. ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 250 വോട്ടുകൾക്ക് മാത്രം ബിജോയ് മുന്നിട്ട് നിൽക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് ആറ്റിങ്ങൽ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മത്സരം. ആറ്റിങ്ങൽ ആർക്ക് അനുകൂലമാകും? അത് ഇടത് പക്ഷത്തിന് തിരിച്ചു പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ലീഡ് കുറയുന്നു. 22,000 രാജീവ് ചന്ദ്രശേഖർ ലീഡ് കുറയുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പക്ഷേ ആ ലീഡ് കുറയുന്നതിന്റെ നിരക്ക് അത് വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പോഴും 22,000 ലീഡ് താഴ്ന്നത്. പക്ഷേ അടുത്ത റൗണ്ടുകളിൽ ഇനിയും ഇത്തരത്തിൽ താഴുമോ എന്നത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും മഞ്ജുഷ്, ഈ ബിജെപിക്ക് അനുകൂലമാകുന്ന പ്രദേശങ്ങളിലെ വോട്ടായിരിക്കില്ലല്ലോ അവസാന ഘട്ടത്തിൽ എണ്ണുക. തീർച്ചയായും ബിജെപിക്ക് അനുകൂലമായി എന്നുള്ളതല്ല, ബിജെപിക്ക് ഇതുവരെ അനുകൂലമല്ല. അങ്ങനെയല്ല. 12-13 റൗണ്ട് ആകുമ്പോഴേക്കും ബിജെപിയുടെ ആ 4 മണ്ഡലങ്ങളും ഉണ്ടല്ലോ, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം എണ്ണി പൂർത്തിയാകും. പിന്നെ ബാക്കിയുള്ളത് പാറശാലയിലെയും കോവളത്തെയും നെയ്യാറ്റിൻകരയിലെയും ബാക്കിയുള്ള ബൂത്തുകളാണ്. അവസാന 2 റൗണ്ട് എന്ന് പറയുന്നത് പാറശാലയും അതുപോലെ തന്നെ കോവളം മാത്രമാകും. അവിടുത്തെ ബാക്കിയുള്ള 56 ബൂത്തുകൾ മാത്രമാകും. അവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മാത്രമേ ഇനി രാജീവ് ചന്ദ്രശേഖരന് പിന്നോട്ട് പോക്കുള്ളൂ. അതാകട്ടെ അത് ഒരുപാട് അകലെയായിട്ട് മൂന്നാമത് പോകേണ്ടി വരും. അങ്ങനെ വരാൻ സാധ്യത കാണുന്നില്ല. ഇപ്പോൾ ഏറ്റവും ശക്തമായ മത്സരം നേരിടുമ്പോൾ പോലും തരൂരിന് തുണയായത് ഈ 3 മണ്ഡലങ്ങളാണ്. ബാക്കി 4 രാജഗോപാൽ എടുക്കുമ്പോൾ പോലും തരൂരിനെ രക്ഷിച്ചത് ഈ 3 മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തിരുവനന്തപുരത്തിന്റെ ട്രെൻഡ് ബിജെപിക്ക് അനുകൂലമാണ്. അത് സ്വാഭാവികമായി സംഭവിക്കുന്നു. തിരുവനന്തപുരത്ത് ട്രെൻഡ് ഉണ്ട്. രാജീവ് ചന്ദ്രശേഖർ അനുകൂലമായി 5% വോട്ടുകൾ ഇതിനകം രാജീവിന് കൂടുതലാണ്. 33% തരൂരിന്, 38% രാജീവിന്, 26% പന്ന്യൻ രവീന്ദ്രന് കിട്ടിയിരിക്കുന്നത്. ഇതാണ് കേരളം ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ UDF 16 LDF 2 ആലത്തൂരും ആറ്റിങ്ങലിലുമാണ് LDFന്റെ ലീഡ്. തൃശൂർ, തിരുവനന്തപുരം NDA ലീഡ് ചെയ്യുന്നു. മറ്റെല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായ മേൽക്കൈ തന്നെയാണ് UDF നേടുന്നത്. UDF തരംഗം ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കേരളം ഈ മണിക്കൂറുകളിൽ തീർച്ചയായും ഉറ്റുനോക്കുന്നത് ഇടതുപക്ഷത്തിനും BJPക്കും എത്ര സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇഞ്ചോടിഞ്ച് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 2 സീറ്റുകളിൽ ഇരു വിഭാഗങ്ങളും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തും തൃശ്ശൂരും BJP വിജയം ഉറപ്പിക്കാൻ തയ്യാറെടുക്കുന്നു. തൃശ്ശൂര് വിജയിച്ചു കഴിഞ്ഞ സാഹചര്യമാണുള്ളത് എങ്കിൽ തൃശ്ശൂരിനോടൊപ്പം തിരുവനന്തപുരവും ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കുറച്ചുകൂടി കാക്കേണ്ടതുണ്ട്. അതേസമയം ആറ്റിങ്ങലിൽ ആര് എന്നതാണ് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം. 58,519 വോട്ടായി സുരേഷ് ഗോപി ലീഡ് ഉയർത്തിയിരിക്കുന്നു. സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. 58,519. ഇനി കേവലം 1 ലക്ഷത്തിൽ താഴെ വോട്ടുകൾ മാത്രം. ലീഡ് കുറഞ്ഞു. 17,072 കുറയുമ്പോൾ ഈ പറഞ്ഞ ട്രെൻഡ് ആണെങ്കിൽ തിരുവനന്തപുരത്ത് പേടിക്കണം BJP. രാജീവ് ചന്ദ്രശേഖർ 2014 രഞ്ജിത്തിന് ഓർമ്മയുണ്ടോ? നമ്മളെല്ലാം ലൈവിൽ നിൽക്കുന്ന സമയത്താണ് O രാജഗോപാൽ ജയിച്ചു എന്നുള്ള കാര്യം വന്നു. ആ സമയത്താണ് O രാജഗോപാലിന്റെ അതേ കാര്യം ഇപ്പോൾ സംഭവിക്കുമോ എന്നുള്ളതാണ്. ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വിജയമുറപ്പിച്ച MK രാഘവൻ ആഹ്ലാദ പ്രകടനത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്
ക്യാമ്പുകൾ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് വേണം കരുതാൻ. അദ്ദേഹത്തെ ഹർഷാരവം കൊണ്ട് മൂടുകയാണ്, ആവേശത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ. നാലാം തവണയും രാഘവേട്ടൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് തികഞ്ഞ ആത്മവിശ്വാസം രാവിലെ ന്യൂസ് 18 സംസാരിച്ചപ്പോൾ പ്രകടിപ്പിച്ചിരുന്നു. 80,000-ലധികം വോട്ടിന് ലീഡ് ചെയ്യുകയാണ് MK രാഘവൻ. ഈ നാലാം തവണയും തന്റെ ഭൂരിപക്ഷം 80,000-ന് മുകളിലേക്ക് നിലനിർത്താൻ MK രാഘവന് സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. കൃത്യമായ മേൽക്കൈ UDF-ന് സംസ്ഥാനത്തുണ്ടാകുന്നു. MK രാഘവൻ ഇതാ മാധ്യമങ്ങളോട്. തൃശൂരിൽ 59,880-ആയി സുരേഷ് ഗോപി ലീഡ് ഉയർത്തിയിരിക്കുന്നു. 60,000-തോട് അടുക്കുന്നു സുരേഷ് ഗോപിയുടെ ലീഡ്. തൃശൂരിൽ സുരേഷ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ ഒരു ട്രെൻഡ് തൃശ്ശൂരിലില്ല. തിരുവനന്തപുരത്തും തൃശ്ശൂരും വ്യത്യസ്തമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം തൃശ്ശൂരിൽ ഒരിടത്തും അങ്ങനെ ഒരു BJP-ക്കെതിരായ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരായ ഒരു കാര്യം സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞ രണ്ടാമത്തെ റൗണ്ട് മുതൽ ഇത് ദൃശ്യമായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. ചില റൗണ്ടുകളിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് കുറയുന്നുണ്ട് അല്ലെ? അതെ, തീർച്ചയായും 60,000 സുരേഷ് ഗോപി ലീഡ് 60,000 കടന്നു. 60,000 ലീഡ് കടന്നു സുരേഷ് ഗോപി. തീർച്ചയായിട്ടും കണ്ടേരിക്കലാണ് അടിമക്കളെ. 60,000 കടന്നു സുരേഷ് ഗോപി. സുരേഷ് ഗോപി ഉറപ്പിച്ചു. അത്ഭുതമാണ് തൃശൂരിൽ സുരേഷ് ഗോപി. 60,000-ൽ പരം വോട്ടിന്റെ ലീഡിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു. കഴിഞ്ഞ തവണത്തെ 3-ാം സ്ഥാനത്ത് നിന്നാണ് സുരേഷ് ഗോപി ഇത്തവണ 1-ാം സ്ഥാനത്തേക്കും അവിടെ നിന്ന് 60,000-ൽ പരം വോട്ടിന്റെ ലീഡിലേക്കും എത്തുന്നത്. സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ BJP താമര വിരിയിച്ചു. സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ BJP അത്ഭുതം സൃഷ്ടിച്ചു. സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നു. കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി ഒരു പക്ഷേ സംഭവിച്ചേക്കാം. സുരേഷ് ഗോപിയിലൂടെ അങ്ങനെ BJP കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ 10,000-10,000 വോട്ടുകൾക്ക് മാത്രം വിജയിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശൂരിന്റെ MP ആയി മാറുകയാണ്. അതാണ് ഐതിഹാസികമായ തീർച്ചയായും ഒ രാജഗോപാൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വലിയൊരു കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന് വിരാമമാകുന്നു. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് BJP-യുടെ പ്രതിനിധി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിന് സാക്ഷ്യമായത്. സാംസ്കാരിക തലസ്ഥാനമായ റൈഡ് 1,20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടുന്ന MK രാഘവൻ എന്താണ് പറയാനുള്ളത്? ഇനിയും ഒരുപാട് എണ്ണമുണ്ട്, അത് സമയമെടുക്കും. അപ്പോഴും മാത്രം കൃത്യമായി അഭിപ്രായം പറയാൻ. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് CPM പ്രചാരണത്തിന് ഇറങ്ങിയത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. ഇടതിനെ പാടെ തള്ളിയിരിക്കുകയാണ്. അല്ല, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ അതിശക്തമായ മുന്നേറ്റമാണ്. ഇപ്പം UP-യിൽ 43 സീറ്റുകളാണ് ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നത്. ആലോചിക്കണം. അത് മഹാരാഷ്ട്രയിൽ അങ്ങനെ മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇനി അല്പം കൂടി സമയമുണ്ട് ഈ കൗണ്ടിങ്ങിന്. അത് എങ്ങനെ 432 ബിജോയുടെ ലീഡ്, 432 വോട്ടുകളുടെ ലീഡാണ്. 432, 33.5%, 33.35%. വ്യത്യാസം. മൂന്നാം സ്ഥാനവുമായി നിസ്സാരമായ വ്യത്യാസം. 430, 2,000-3,000 വോട്ടുകളുടെ വ്യത്യാസം. 432 വോട്ടുകളുടെ വ്യത്യാസം. 432 വോട്ട്